ആ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു കാര്യം നോക്കാൻ പോവാണ്. എല്ലാവരും ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് പേപ്പർ, ന്യൂസ് പേപ്പറിലും ടി വിയിലും എല്ലാം നിങ്ങൾ ചാറ്റ് ജി പി ടി പിന്നെയും പിന്നെയും കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ് ഈ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത് നിർമ്മിത ബുദ്ധി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ചാറ്റ് ജി പി ടി. അപ്പോൾ നമുക്ക് ഈ ചാറ്റ് ജി പി ടിയുടെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും ഉത്തരം തരികയൊക്കെ ചെയ്യും. അപ്പം അതിൻ്റെ ലിമിറ്റേഷൻ എന്തിനെന്ന് പറഞ്ഞാൽ, അത് ഒരു ഡേറ്റ് വരെയുള്ള ഡേറ്റ മാത്രമേ അതിൽ ഫീഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫീഡ് ചെയ്തിട്ടുള്ള ഡേറ്റ മാത്രമേ അതിന് തരാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പുതിയ കാര്യങ്ങൾ കണ്ടെത്തി തരാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ബേസ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ 2022, അതായത് ഇതിൽ കിടക്കുന്ന ഒരു ഡേറ്റ് ഉണ്ട്. അതിൽ തന്നെ അവർ പറഞ്ഞു 2021 ശേഷമുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ, അത് ചാറ്റ് ജി പി ടിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ മാക്സിമം ചാറ്റ് ജി പി ടി വരാനുള്ളത് 2021 വരെയുള്ള ക്വസ്റ്റ്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ അതിന് ശേഷമുള്ളത് കമ്പ്യൂട്ടേഷണൽ ഇതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഇതായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടിയുടെ ഈ പേജിലോട്ട് ഞാൻ കയറി കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ URL എന്ന് പറയുന്നത് chat.openai.com. ഇതാണ് അതിൻ്റെ URL എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ചാറ്റ് ജി പി ടി എന്ന് ടൈപ്പ് ചെയ്ത് ലിങ്കിൽ കയറി വരികയോ, അത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറുകയോ ചെയ്യാം. എങ്ങനെ കയറിയാലും നമ്മൾ വന്ന് നിൽക്കുന്നത് ഈ പേജിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇതിൽ എങ്ങനെ വരണമെന്നുള്ള ഒന്നും കൂടെ വേണമെങ്കിൽ നോക്കാം. ഇപ്പം ഞാൻ ലോഗ് ഔട്ട് ചെയ്ത്, ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം കാണുന്ന സ്ക്രീന്. അപ്പോൾ ഇതിൽ നമ്മൾ സ്ക്രീനിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ ലോഗിൻ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറും. ഇത് ലോഗിൻ ചെയ്യാനുള്ള സ്ക്രീനാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എല്ലാവർക്കും ഗൂഗിൾ അക്കൗണ്ട് കാണും. ഇത് എൻ്റെ അക്കൗണ്ടാണ്. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് അകത്തോട്ട് കയറുന്നത്. ഈ ചാറ്റ് ജി പി ടി ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വഴി ഞാൻ ആക്സസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പേജിൽ തന്നെ തിരിച്ചു വന്നു. ഇപ്പോൾ നേരത്തെ നമ്മൾ ഏതിലാണ് ഇരുന്നത്, അപ്പോൾ നമുക്ക് കുറേ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ ചാറ്റ് ജി പി ടി വഴി കിട്ടും. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ഒരു വാർത്ത കണ്ടു കാണും, ഭാഷിണി എന്നൊക്കെ പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് പുതിയൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ നമ്മളെ കൃഷിക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, എന്താ പറഞ്ഞാൽ ഈ കൃഷിക്കാരെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് ഭൂരിഭാഗം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഹെൽപ്പ് ചെയ്യാൻ, അതിനെ സഹായിക്കാൻ വേണ്ടി അവർ ഭാഷിണി എന്ന് പറഞ്ഞ പുതിയ പ്രോജക്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ചാറ്റ് ജി പി ടിയുടെ ഒരു ഓപ്പൺ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അത് ഏത് രീതിയിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ രീതിയിലെല്ലാം ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് നല്ല എസ്സേസ് ഒക്കെ എഴുതാൻ കൊള്ളാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ കൊള്ളാം. പിള്ളേർക്ക് ഇപ്പോൾ എന്താണ് ഒരു എസ്സേ എഴുതണം, അല്ലെങ്കിൽ പിള്ളേർക്ക് ഒരു സംശയം ഇതിൽ സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദെയർ, ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കുകയാണ്. ഹൗ മെനി, വിദ്യാർത്ഥികൾക്ക് തന്നെ ചോദിക്കുക ഹൗ മെനി പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം, ഇങ്ങനെ നമ്മൾ ചോദിക്കാം. അപ്പോൾ പറയണം വേണ്ട 8 പ്ലാനറ്റ്സ് ആർ ദെയർ, അതായത് 8 സോളാർ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ നമുക്ക് സോളാർ സിസ്റ്റത്തിൽ 8 പ്ലാനറ്റ്സ് ആണുള്ളത്. ഇതൊക്കെയാണ് പ്ലാനറ്റ്. എന്താണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഇത്രയും ഇതാണുള്ളത് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് വേറെ വല്ല വ്യത്യാസം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതാണ് ഒരു റീജനറേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ കിട്ടിയിരിക്കുന്ന ഉത്തരത്തിന് ഒരിക്കൽ കൂടെ ക്രിയേറ്റ് ചെയ്ത് തരാനാണ് പറയുന്നത്. അപ്പോൾ ആയതുകൊണ്ട് അതിന് പെട്ടെന്ന് തന്നെ ഉത്തരം ഉണ്ടാക്കി തരാൻ പറ്റും. ഇപ്പൊ ഇതെല്ലാം ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. എന്ന് പറഞ്ഞാൽ ഇത് മെഷീൻ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ അക്സസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതങ്ങ് സ്ലോ ആവാൻ തുടങ്ങും.
ഇതുണ്ട്, പതുക്കെ പതുക്കെയാണ് വരുന്നത്. ഇത് ആദ്യം നല്ല സ്പീഡിൽ വന്ന്, പക്ഷേ രണ്ടാമത് വന്നത് കുറച്ച് പതുക്കെയായി. അതേ ആൻസർ തന്നെയാണ് വരാൻ പോണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇതിന്റെ ലിമിറ്റേഷൻ. അതായത് നമുക്ക് ഒന്നും പറയാനൊക്കില്ല. ഇത് പറഞ്ഞാൽ വ്യത്യാസമായിട്ടൊക്കെ ആൻസേഴ്സ് തരാം. ചില സമയങ്ങളിൽ തെറ്റാനും സാധ്യതയുണ്ട്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പ്രിവ്യൂ ഫേസിൽ ഇരിക്കുകയാണ്. പ്രിവ്യൂവിലായിരിക്കുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പ്രിവ്യൂവിലായിരിക്കുമ്പോൾ എല്ലാം ഫ്രീ ആയിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പെയ്ഡ് വെർഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ ഗൂഗിൾ ഉപയോഗിക്കുന്നത് പോലെ കുറേ കഴിയുമ്പോൾ ChatGPT ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു ഓവറായിട്ട് ഒരു ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിന് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറാൻ പറ്റാതെയാവും. അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അവർ കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഫീസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. കാര്യം ഇതെല്ലാം ഒരു AI സിസ്റ്റം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറ്റവും ചെറിയ രീതിയിലെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു കോടി രൂപയെങ്കിലും വേണ്ടി വരും. അതിന് അത്രയ്ക്ക് ആളുകളും വേണം, അത്രയ്ക്ക് ഇതെല്ലാം വേണം. അത്രയും മിനിമം ഏറ്റവും ചെറുതായിട്ട് തുടങ്ങണമെങ്കിൽ മിനിമം 1 കോടി രൂപയെങ്കിലും വേണ്ടി വരും. അത് ഇവരെ പോലെ വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ എന്താ പറയാനൊക്കെ ആ ഇൻവെസ്റ്റ്മെന്റ് തന്നെ, ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. ഭയങ്കര വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാനുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ഗൂഗിൾ പോലെ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പൊ അവര് 2024 അവർ $1 ബില്യൺ കടക്കും എന്നാണ് ഓപ്പൺ AI പറയണത്. പക്ഷേ അത് ചിലപ്പോൾ അതിനേക്കാൾ മുമ്പ് തന്നെ നടന്നാലുമായി. നമ്മൾ ഗൂഗിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗൂഗിളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ $1 ട്രില്യൺ കമ്പനികളിൽ പെടുന്ന സാധനമാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. അത്രയ്ക്കും ഭയങ്കര കമ്പനിയാണ്. ഇത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. ഇപ്പൊ ഇതിന് പകരം ഞാനിപ്പോ ചോദിക്കുകയാണ്, ചില ഉത്തരങ്ങൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ എപ്പോഴും മാറി വരുന്ന ആളുകളാണ്. ഒരേ ആള് തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പൊ ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞ് വേറൊരാൾ വരും. ഇന്നൊക്കെ അറിയ ഒരാളായിരിക്കും അടുത്ത വർഷം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു പ്രൈം മിനിസ്റ്റർ മാറാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ചോദിച്ചു നോക്കാം. ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു 21-ൽ. ഇപ്പൊ മാറാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരാണെന്നുള്ളത് അറിഞ്ഞുകൂടാ. ഇനി വേറെ ഏതെങ്കിലും ഇപ്പം അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ നോളജ്, അത് ഈ AI സിസ്റ്റം എന്ന് പറയുന്നത് ഡേറ്റ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ 21 വരെയുള്ള ഡേറ്റയെ അതിൽ ഫീഡ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് ആക്സസ് ഉള്ളൂ, അത് കൂടുതലുള്ള ആക്സസ് ഇല്ല. എന്തെങ്കിലും കാരണവശാൽ കൂടുതൽ ആക്സസ് കിട്ടുകയാണെങ്കിൽ മാത്രമേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് പിള്ളേർക്ക് ഇപ്പൊ എന്തെങ്കിലും സംശയമുണ്ട്, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പഠിക്കാൻ എന്തെങ്കിലും സഹായം വേണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൊച്ച് ചോദിക്കുകയാണ്, ചെറിയ കുട്ടി ചോദിക്കുകയാണ്, വാട്ട് ഈസ് 10 into 12? ഒരു കണക്കാണ്. അപ്പൊ എന്താണ് 10 ഗുണം 12 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് 120. ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അത് കുറെ കൂടെ ഇതാണ്. പക്ഷെ ഇതൊന്നും അല്ല ഇതിനെ കൊണ്ടുള്ള യഥാർത്ഥത്തിലുള്ള ഉപയോഗം. അപ്പൊ എനിക്കൊരു എസ്സേ റൈറ്റ് ചെയ്യണമെന്നുണ്ട്. ആ എസ്സേ എന്തിനാ? ഹെൽപ്പ് മീ റൈറ്റ് ആൻ എസ്സേ ഓൺ, അല്ലെങ്കിൽ സൗരയൂഥത്തിനെ പറ്റി നമ്മൾ നേരത്തെ നോക്കിക്കൊണ്ടിരുന്നതാണല്ലോ. അതിനൊരു ആർട്ടിക്കിളാണ്. അപ്പൊ ഇത് നോക്കിയാണ് ഇതിന്റെ നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ സൈസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പൊ ഭയങ്കര വലിയ സൈസ് ഒന്നും കിട്ടൂല. ഏതാണ്ട് ഇത്രയും കുറച്ച് ഇതായിട്ടൊക്കെ കിട്ടുള്ളൂ. ഇത്രയും നന്നായിട്ടൊക്കെ നമുക്ക് ഒരു
ഒരു എസ്സേ പെട്ടെന്ന് എഴുതി കിട്ടണം. അപ്പോൾ ഒരു കൊച്ചിന് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അവരുടെ ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് കൊടുക്കണം. ഇതേപോലെ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഒരു ഗുണം എന്താണെന്ന്, ഇതേപോലെ ചെയ്തിട്ട് അവർ പഠിക്കണം. പക്ഷേ അത് പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവും. പഠിച്ചിട്ട് സ്കൂളിൽ പോയി പറയുമ്പോൾ ഇവന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് ടീച്ചർക്കും തോന്നും, സഹപാഠികൾക്കും തോന്നും. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ച് ചെയ്യാനുള്ള